നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യധാരാ മാധ്യമങ്ങളെ കബളിപ്പിക്കാൻ ഇത്ര എളുപ്പമാണോ? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ കാരണമുണ്ട്. ഉദാഹരണത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഇന്നത്തെ മാതൃഭൂമി ദിനപത്രത്തിൻ്റെ 1-ാം പേജിൽ ഒരു വാർത്തയുണ്ട്. ആശാ വർക്കർമാരുടെ വിഹിതം അത് സംസ്ഥാന സർക്കാരിൻ്റെ കഴിവുകേടാണെന്ന് കേന്ദ്രം പറഞ്ഞു എന്നാണ് വാർത്ത. ആ വാർത്ത ഇപ്പോൾ പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണുകയും ചെയ്യാം. മാതൃഭൂമിയുടെ തിരുവനന്തപുരം എഡിഷനകത്ത് ഫ്രണ്ട് പേജിലാണ് ആ വാർത്ത വന്നിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം തൊട്ട് ആ വാർത്ത വെബ്സൈറ്റുകളിലും മറ്റിടത്തും ബ്രേക്കിംഗ് ന്യൂസുകളായിട്ടും അല്ലാതെ ചാനലുകളിൽ ബ്രേക്കിംഗ് ന്യൂസായിട്ട് ഓടുന്നുമുണ്ട്. ഒരു പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പത്രക്കുറിപ്പ് എന്ന പേരിൽ വന്ന ഒരു സാധനത്തെ ബേസ് ചെയ്താണ് ഇത് വന്നിട്ടുള്ളത്. അതിനെക്കുറിച്ച് അന്വേഷണം നടത്തിപ്പോയപ്പോഴത്തേക്കും അങ്ങനത്തെ ഒരു സംഭവം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയിട്ടില്ല. പക്ഷേ അതേ സെറ്റപ്പിൽ എന്ന് വെച്ചാൽ കേന്ദ്രം പുറത്തിറക്കുന്ന പത്രക്കുറിപ്പിൻ്റെ അതേ മാതൃകയിൽ ഒരു കുറിപ്പ് കടന്നോടുന്നുണ്ട്. അതിനെ ബേസ് ചെയ്താണ് സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം സംസ്ഥാന സർക്കാരിനെതിരെ വാളെടുത്തുകൊണ്ട് ഇറങ്ങിയത്. അത് പരിശോധിക്കുമ്പോഴത്തേക്കും ഗുരുതരമായിട്ട് അതൊരു വ്യാജ വാർത്തയാണെന്ന് വ്യക്തമായി മനസ്സിലാവുകയും ചെയ്യും. ഇന്ന് മന്ത്രി വീണ ജോർജ് അത് വ്യക്തമായിട്ട് വിശദീകരിച്ചിട്ടുമുണ്ട്. തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ തൻ്റെ പ്രതികരണം അറിയിച്ചിട്ടുണ്ട്. അതിനകത്ത് കേരളത്തിനെതിരെ നുണകൾ വരുന്ന വഴി എന്ന് പറഞ്ഞു തന്നെയാണ് മന്ത്രി ഈ കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. ഊരും പേരുമില്ലാത്തൊരു കുറിപ്പ്, ആരുടേതാണെന്ന് കുറിപ്പെന്നില്ല. പ്രഥമ ദൃഷ്ടിയ അത് ഏതെങ്കിലും ഒരു സർക്കാരിൻ്റേതോ മന്ത്രാലയത്തിൻ്റേതോ അല്ലെന്ന് വ്യക്തം. അതിലെ ഉള്ളടക്കം ഇപ്രകാരം: ശമ്പളവും ആനുകൂല്യങ്ങളും നൽകാത്തത് സംസ്ഥാന സർക്കാരിൻ്റെ ഭരണപരാജയം. ചാനലുകളിൽ രാത്രി ബ്രേക്കിംഗ് ന്യൂസ്. പ്രമുഖ പത്രങ്ങളിൽ ഇന്ന് സ്വന്തം ലേഖകരുടെ റിപ്പോർട്ട്. ആദ്യം വാർത്ത റിപ്പോർട്ട് ചെയ്തത് മുതിർന്ന മാധ്യമപ്രവർത്തകർ. അവർക്ക് സംശയമില്ല. കേരളത്തിൻ്റെ വീഴ്ചയെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഇത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെതല്ലെന്ന് മനസ്സിലാക്കാൻ മാധ്യമപ്രവർത്തകരാകണമെന്നില്ല, അക്ഷരാഭ്യാസം മതിയാകും. ഇവർ കൊടുത്തിരിക്കുന്ന വാർത്തയ്ക്ക് അടിസ്ഥാനമായ കുറിപ്പ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെതല്ല. അപ്പോൾ പിന്നെ ആരുടേത്? അവിടെയാണ് ഇവിടെ നടക്കുന്ന സംഭവങ്ങൾക്ക് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കാണേണ്ടത്. ആ കൃത്യമായ ആസൂത്രണത്തോടെ ഏതോ സോഷ്യൽ മീഡിയ സെല്ലിൽ നിന്ന് ഉത്ഭവിച്ച ഈ കുറിപ്പ് മുതിർന്ന മാധ്യമ പ്രവർത്തകർ ഒരു സംശയവുമില്ലാതെ റിപ്പോർട്ട് ചെയ്തു. വാർത്തയുടെ ആധികാരികതയിൽ ചോദ്യം അനുവദനീയമല്ല കേട്ടോ. ഇനി പ്രതികരണങ്ങളിലേക്ക്, ചർച്ചകളിലേക്ക്. നിർഭയമായ ഉദാത്തമായ മാധ്യമ പ്രവർത്തനമെന്ന് മാധ്യമപ്രവർത്തകരെ കളയെക്കൊണ്ടാണ് മന്ത്രി വീണ ജോർജ്, മുൻപ് മാധ്യമപ്രവർത്തക കൂടിയായിരുന്നു മന്ത്രി എന്ന കാര്യം കൂടി ഇതിന് ചേർത്ത് വായിക്കേണ്ടതാണ്, തൻ്റെ പ്രതികരണം അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല ആ പറയപ്പെടുന്ന മാർച്ച് 4-ാം തീയതി ഡേറ്റ് പ്രകാരം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന മാധ്യമങ്ങൾ വാർത്തയാക്കിയിട്ടുള്ള ആ വ്യാജ കുറിപ്പിൻ്റെ ചിത്രം കൂടി മന്ത്രി പങ്കുവച്ചിട്ടുണ്ട്. അതിനകത്താണ് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, സാധാരണ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പത്രക്കുറിപ്പുകൾ കേന്ദ്ര സർക്കാർ പുറത്തിറക്കാറില്ല. അതൊരു നയത്തിൻ്റെ ഭാഗമാണ്. മാത്രമല്ല ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഗവൺമെൻറ് ഓഫ് കേരള എന്ന് മാത്രമേ അവർ ചൂണ്ടിക്കാട്ടാറുള്ളൂ. ഈ കുറിപ്പിനകത്ത് LDF സർക്കാരെന്നും പിണറായി വിജയൻ എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ സെല്ലിൽ ഇത് തയ്യാറാക്കിയ ആൾക്ക് വേണ്ടത്ര രാഷ്ട്രീയ ബുദ്ധിയില്ല എന്ന് വ്യക്തം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഗവൺമെൻറ് ഓഫ് കേരള എന്നേ പറയത്തുള്ളൂ. അല്ല, LDF സർക്കാരിൻ്റെ അല്ല, കേരളത്തിൻ്റെ സർക്കാരാണ്. കേന്ദ്രം ഒരു കുറിപ്പ് ഇറക്കുമ്പോൾ കേരള ഗവൺമെൻറ് എന്നേ പറയത്തുള്ളൂ, അല്ലാതെ പിണറായി വിജയൻ സർക്കാർ എന്ന് പറയത്തില്ല. മാത്രമല്ല ഹോണറബിൾ ശ്രീ പിണറായി വിജയൻ വ്യക്തമായിട്ട് എഴുതുകയും ചെയ്യും. ഇത് അങ്ങനൊന്നും ചെയ്യാതെ ഒരു ഡയലോഗ് മാത്രം അടിച്ചുള്ള, എന്ന് വെച്ചാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആശാ വർക്കർമാരുടെ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി BJP ആണ് എന്ന യാഥാർത്ഥ്യം മറച്ചു വെക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ തലയിൽ കൊണ്ടിടാൻ വേണ്ടി നടക്കുന്ന ഒരു നീക്കം മാത്രമാണത്. അത് മന്ത്രി പറഞ്ഞ പോലെ തന്നെ അതൊരു സോഷ്യൽ മീഡിയ സെല്ലിൽ നിന്ന് പുറത്തു വന്നതാകാനേ സാധ്യതയുള്ളൂ. ഇതിനെക്കുറിച്ച് മുതിർന്ന മാധ്യമപ്രവർത്തകനായ KG ജേക്കബും വ്യക്തമായിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യം വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഈ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രാലയത്തിൻ്റെ പത്രക്കുറിപ്പുകൾ പുറത്തു വരുന്ന രീതിയെക്കുറിച്ച് വിശദമാക്കിയാണ് അദ്ദേഹം തൻ്റെ കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: അക്കാദമിക് പോസ്റ്റാണെന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ആരംഭിക്കുന്നത്. ആശാ വർക്കർമാർക്കും ശമ്പളം നൽകാത്തത് സംസ്ഥാന സർക്കാരിൻ്റെ കഴിവില്ലായ്മയുടെ തെളിവ്. ആരോഗ്യ മന്ത്രാലയം കേരളത്തിന് നൽകിയത് 938.8 കോടി കേന്ദ്ര സർക്കാർ. മുകളിൽ പറഞ്ഞ വാക്കുകളുള്ള കാർഡ് കണ്ടപ്പോൾ ഇത് കൊള്ളാമല്ലോ എന്ന് ഓർത്തു. കേന്ദ്ര സർക്കാർ നേരിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ കഴിവുകേടിനെ പറ്റി പത്രക്കുറിപ്പ് ഇറക്കുക എന്നൊക്കെ പറഞ്ഞാൽ അസാധാരണമാണ്. മാതൃഭൂമി ന്യൂസിൽ ഇത് പറയുന്നുമുണ്ടായിരുന്നു, ഇത് അസാധാരണ പത്രക്കുറിപ്പാണ് എന്ന്. മുഴുവൻ നോക്കാമെന്ന് വിചാരിച്ച് താഴേക്ക് കാണാൻ പറ്റുന്ന ഭാഗം വായിച്ചപ്പോൾ പത്രക്കുറിപ്പ് മാത്രമല്ല ഭാഷയും അസാധാരണമാണ് എന്ന് മനസ്സിലായി. പിണറായി വിജയൻ നയിക്കുന്ന സർക്കാർ LDF സർക്കാർ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്.
പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പത്രക്കുറിപ്പുകൾ സാധാരണ പത്രപ്രവർത്തകർക്ക് കിട്ടാറുണ്ട്, എനിക്കും കിട്ടാറുണ്ട്. പലതും ഞാനൊന്ന് ഓടിച്ചു നോക്കാറുമുണ്ട്. നമ്മൾ അറിയേണ്ട പല കാര്യങ്ങളും അതിൽ കാണാറുമുണ്ട്. കാര്യം മോഡി സർക്കാർ, പിണറായി സർക്കാർ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഇത്തരം പത്രക്കുറിപ്പുകളിൽ അതുണ്ടാവാറില്ല. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഗവൺമെൻറ് ഓഫ് കേരള എന്നൊക്കെ കാണാറുള്ളൂ. ഇതിൽ ആ ശൈലിയല്ല. മുഴുവൻ വായിക്കാമെന്നോർത്ത് കീവേഡ്സ് വെച്ചും വാചകങ്ങൾ വെച്ചും ഗൂഗിൾ ചെയ്തിട്ടും ഇതിൻ്റെ പൂർണ്ണ രൂപം ഒരിടത്തും തെളിഞ്ഞു വന്നില്ല. ചില മലയാള മാധ്യമങ്ങളല്ലാതെ വേറെ ആരും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. ഇത്ര രൂക്ഷമായ ഭാഷയിൽ കേന്ദ്ര സർക്കാർ ഒരു സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചാൽ അത് എല്ലാ പത്രങ്ങൾക്കും വാർത്തയാകണം. പക്ഷെ ഒരിടത്തുമില്ല. വാർത്താ ഏജൻസികൾ പോലും റിപ്പോർട്ട് ചെയ്തതായി കണ്ടില്ല. പിന്നെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെയും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ വെബ്സൈറ്റുകൾ നോക്കി. അവിടെയൊന്നും ഇത്തരമൊരു പത്രക്കുറിപ്പ് കണ്ടില്ല. കേന്ദ്ര സർക്കാരിൻ്റെ മാധ്യമ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന സുഹൃത്തിനോട് അന്വേഷിച്ചു. അവർക്കും ഇത് കിട്ടിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ പൂർണ്ണരൂപം സംഘടിപ്പിച്ചു. അതിശയമെന്നാൽ അതിലൊരിടത്തും ഈ പത്രക്കുറിപ്പ് കേന്ദ്ര സർക്കാരിൻ്റെയാണ് എന്ന് പറയുന്നില്ല. ഈ പത്രക്കുറിപ്പിൽ പറയുന്ന വസ്തുതകളിലേക്ക് ഞാൻ കടന്നിട്ടില്ല. പത്രക്കുറിപ്പിൽ ആധികാരികത എങ്ങനെ ഉറപ്പിക്കാമെന്നാണ് ഞാൻ നോക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ നൽകിയ മാധ്യമ സ്ഥാപനങ്ങൾ ഈ പത്രക്കുറിപ്പ് കേന്ദ്ര സർക്കാരിൻ്റെയാണ് എന്ന് ആധികാരികമായി പറയാൻ കാരണം എന്ത് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് എന്നാണ് ഈ രംഗത്ത് പണിയെടുക്കുന്ന ഒരാൾ എന്ന നിലയിൽ എൻ്റെ അഭ്യർത്ഥന എന്ന് പറഞ്ഞാണ് അതിന് കുറിപ്പ് അവസാനിക്കുന്നത്. അവസാനത്തെ ലൈൻ വളരെ സുപ്രധാനമാണ്. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ആണ്, നിങ്ങൾ എന്ത് അവകാശവാദത്തിൻ്റെ ഭാഗമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്? അതിനെന്ത് തെളിവാണുള്ളത്? ആ സ്ക്രീൻഷോട്ടിനകത്ത്, ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന സ്ക്രീൻഷോട്ടിനകത്ത് ഒരിടത്ത് പോലും അത് പ്രസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ബാക്കിയുള്ള ലീഗൽ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല. മാത്രമല്ല അതിൻ്റെ ലാംഗ്വേജും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാംഗ്വേജും വളരെ വ്യത്യാസമാണ്. സാധാരണ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പുറത്തിറക്കുന്ന പത്രക്കുറിപ്പുകൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ ലാംഗ്വേജും വളരെ വ്യത്യാസമാണ്. മാത്രമല്ല ഈ നരേന്ദ്രമോദി ഗവൺമെൻറ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നാണ് പറയാനുള്ളത്. പിണറായി വിജയൻ ഗവൺമെൻറ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അത് ഗവൺമെൻറ് ഓഫ് കേരള എന്നാണ് പറയേണ്ടത്. അങ്ങനെ ഒരുപാട് മിസ്റ്റേക്കുകൾ അതിനകത്തുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെയും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെയും വെബ്സൈറ്റുകളിലോ മറ്റ് സംഭവങ്ങളിലോ ഇല്ലാത്തതും ബാക്കിയുള്ള ദേശീയ വാർത്താ മാധ്യമങ്ങൾക്കും വാർത്താ ഏജൻസികൾക്കും ലഭിക്കാത്തതുമായിട്ടുള്ള ഈ കുറിപ്പ് സംസ്ഥാനത്തെ ചില മാധ്യമങ്ങൾക്ക് എവിടുന്ന് കിട്ടി എന്നുള്ളത് ശ്രദ്ധേയമായ ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടതാണ്. എന്തൊക്കെയാലും സംഭവം ഇത്രയും സിമ്പിളാണ്. കേന്ദ്ര സർക്കാരിൻ്റെ എന്ന പേരിൽ ഒരു വാർത്താക്കുറിപ്പ്, ഒരു പ്രസ് സ്റ്റേറ്റ്മെൻറ്റ് പ്രചരിക്കുന്നുണ്ട്. അത് കേന്ദ്ര സർക്കാരിൻ്റേതാണ് എന്ന് പറഞ്ഞ് സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങൾ വാർത്ത കൊടുത്തു. അത് ഇന്ന് കൃത്യമായിട്ട് മന്ത്രി കൈയോടെ പൊളിച്ചു കൊടുത്തു. കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടില്ല. മാത്രമല്ല അതിൻ്റെ വാർത്തകൾ വായിച്ച് നോക്കുമ്പോഴത്തേക്കും ആ പ്രസ് സ്റ്റേറ്റ്മെൻറ്റ് ലാംഗ്വേജ് പരിശോധിക്കുമ്പോഴത്തേക്കും അത് കേന്ദ്ര സർക്കാർ പുറത്തുവിടുന്ന കുറിപ്പ് പോലെയല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിമുടി വ്യാജനായ ഒരു കുറിപ്പിനെ, ഒരു പ്രസ് സ്റ്റേറ്റ്മെൻറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനത്തെ ചില മുഖ്യധാര വലിയ മാധ്യമങ്ങൾ ബ്രേക്കിംഗ് ന്യൂസുകളും ഫ്രണ്ട് പേജ് വാർത്തകളും കൊടുത്തു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. അതിൻ്റെ റിലയബിലിറ്റി, അതിൻ്റെ സോഴ്സ് അന്വേഷിക്കാൻ പോലും സംസ്ഥാനത്തെ മാധ്യമങ്ങൾ തയ്യാറായില്ല. കണ്ണിൽ കണ്ടപ്പോഴത്തേക്കും എടുത്ത് വാർത്ത അടിച്ചു എന്നുള്ളതാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായ, ചിന്തിക്കേണ്ട, ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം.